ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രഗ്നൻസി കൺസീവ് ആകാത്തവർക്ക് വേണ്ടിയുള്ള ഒരു കുറച്ച് ടിപ്സുകളൊക്കെ തരാമെന്ന് വെച്ചു. അപ്പം പല ആൾക്കാരും പല രീതിയിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കുട്ടികളുണ്ടാകാതിരിക്കാനും. അപ്പം അതിനൊക്കെയുള്ള ബേസിക്കായിട്ടുള്ള കുറച്ച് ടിപ്സുകൾ പറയാമെന്ന് വെച്ചു. മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺസീവ് ആകാൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ പീരീഡ്സൊക്കെ റെഗുലറാണോ എന്നുള്ളത് നോക്കുക. അപ്പം മെയിനായിട്ടുള്ള ഇഷ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് കെയർ നമ്മളത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് കൂടുതലും ആൾക്കാർക്ക് പല പല കാരണങ്ങൾ കൊണ്ടാകും ഈ പ്രോട്ടീൻ്റെ കുറവ്, എഫിഷ്യൻസി, അയണിൻ്റെ കുറവ്, പിന്നെ നമ്മുടെ ഫുഡിൻ്റെയൊക്കെ ഒരു ലൈഫ് സ്റ്റൈല്, അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഉണ്ടാകുന്നത്. പക്ഷേ മെയിനായിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്സ് പറയാമെന്ന് വെച്ച് കുറച്ച് ടിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺസീവ് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇപ്പം പല ആൾക്കാർക്കും പീരീഡ്സൊക്കെ ഇറഗുലറായിരിക്കാം, കറക്റ്റായിട്ടായിരിക്കത്തില്ല വരുന്നത്. അപ്പം ഈ ഓവുലേഷൻ ടൈം 72 hours കാണുള്ളൂ, അത് മിസ്സായി പോവും. അതായിരിക്കും മെയിൻ റീസൺ. കാരണം അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ആ ഒരു ടൈമിൽ, ഓവുലേഷൻ ടൈമിൽ ചില ആൾക്കാർക്ക് അത് പെയിനായിട്ടും ഡയറി ആയിട്ടൊക്കെ വരും. അപ്പം കൂടുതലും ആ ഒരു ടൈമിൽ അത് അറിയാതെ പോയിട്ട് മിസ്സായി പോകുന്നു. അപ്പോൾ ആ ഒരു ടൈം യൂസ് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് വരുന്നതാണ്. അപ്പം മെയിനായിട്ട് ഇത് ട്രാക്ക് ചെയ്യാനുള്ള ഓവുലേഷൻ കിറ്റുകൾ കിട്ടും. അത് മേടിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുവാണെങ്കിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു ടൈമിൽ നിങ്ങൾ ഇൻ്റർകോഴ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ടൈമിൽ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും. കൂടുതലും ആൾക്കാർ ഇതൊന്നും ആരും പുറത്ത് പറയത്തില്ല, തുറന്നു പറയാനൊക്കെ മടിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഡോക്ടറെ കണ്ടിട്ട് അഡ്വൈസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പകുതി വരെ ഒക്കെ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം ഇത് അറിയാതെ പോയിട്ട് ഇത് നമ്മളും ഇതേപോലെ തന്നെ നമ്മുടെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോഴും നമ്മൾ ഇത് അറിയാതിരുന്ന് ഞങ്ങൾക്ക് 2-3 മിസ്കാരേജ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഇതൊന്നും ആരും പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. പക്ഷെ ഞങ്ങളത് ഒരു കിറ്റ് മേടിച്ചിട്ട് ഞങ്ങൾ ഈ ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ഓവുലേഷൻ കിറ്റ്. അപ്പം ആ ഒരു ടൈമിൽ നിങ്ങൾ അതിനുള്ള ഒരു ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ വൈറ്റമിൻസ്, ടാബ്ലറ്റ്സ്, പിന്നെ അയൺ, മുട്ടകൾ കഴിക്കുക, അങ്ങനെ കുറേ ഫുഡ് ഡയറ്റൂടെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക.